കാലവർഷങ്ങളിൽ പാലപ്പുഴ പാലത്തിനു മുകളിൽ 2-3 തവണ വെള്ളം കയറുന്നത് പതിവാകുന്ന സാഹചര്യത്തിലാണ് പുഴയിൽ രൂപപ്പെട്ട മൺതിട്ടകൾ നീക്കം ചെയ്യണമെന്ന ആവശ്യം ശക്തമാകുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായ പ്രളയത്തെ തുടർന്ന് രൂപപ്പെട്ട മൺതിട്ടകളാണ് പാലത്തിനു മുകളിൽ വെള്ളം കയറുന്നതിന് കാരണമാകുന്നത്. പാലത്തിനു സമീപം മൺതിട്ട രൂപപ്പെട്ടതിനാൽ തന്നെ പുഴയുടെ ഒരു ഭാഗത്തുകൂടി മാത്രമാണ് വെള്ളം ശക്തമായി ഒഴുകുന്നത്. ഇത് ഈ ഭാഗത്തെ പാലത്തിന്റെ തൂണുകൾക്കും ബലക്ഷയത്തിന് ഇടയാക്കിയിട്ടുണ്ട്. കൊട്ടിയൂരിൽ ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് ബാവലിപ്പുഴയിൽ രൂപപ്പെട്ട മൺതിട്ടകളും മറ്റും കൊട്ടിയൂർ കേളകം കണിച്ചാർ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ ബന്ധപ്പെട്ട അധികാരികൾ നീക്കം ചെയ്തതിനാൽ തന്നെ എത്ര വലിയ പ്രളയമുണ്ടായാലും ഒരു പരിധിവരെ വെള്ളം കരകവിഞ്ഞൊഴുകുന്നത് തടയാൻ ഈ പ്രവൃത്തി കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടുതന്നെ ബന്ധപ്പെട്ട അധികൃതർ ഇത് സംബന്ധിച്ച് പഠനം നടത്തി പുഴയിലെ മൺതിട്ടകൾ നീക്കം ചെയ്യുവാൻ ഉള്ള നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. വർഷങ്ങൾ പഴക്കമുണ്ട് ഈ പാലത്തിന്. കഴിഞ്ഞ കുറച്ചു നാളുകളായി വർഷങ്ങളായി മലയോര മേഖലയിൽ പെയ്യുന്ന അതിശക്തമായ മഴ ഇവിടെ 3-4 തവണ ഈ പാലത്തിന്റെ മുകളിലേക്ക് ക്രമാതീതമായി വെള്ളം ഉയരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. പാലത്തിന്റെ മുകളിൽ 1 മീറ്ററും 1.5 മീറ്ററും ഉയരത്തിൽ വെള്ളം ഉണ്ടാവുകയും 1-2 ദിവസങ്ങളിൽ ചില സന്ദർഭങ്ങളിലൊക്കെ യാത്ര തന്നെ പ്രയാസമുള്ള നിലയിലേക്ക് മാറുകയാണ്. ആ നിലയിൽ സുഗമമായ ഒരു യാത്രക്ക് ആവശ്യമായ സംവിധാനം ഒരുക്കണമെന്ന് ഈ പ്രദേശവാസികളുടെ നിരന്തരമായ ആവശ്യമാണ് അവർ ദീർഘകാലമായി അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഈ മേഖലയിൽ വരുന്ന കിഴക്കൻ മലയോര മേഖലയിൽ നിന്ന് അത് ബാവലിപ്പുഴ, ചീങ്കണ്ണിപ്പുഴ, തൊണ്ടിയിൽ നിന്ന് ഒഴുകി വരുന്ന പുഴ, ഈ പുഴയുടെ വെള്ളങ്ങളൊക്കെ എത്തിച്ചേർന്ന് ഈ പാലപ്പുഴയിൽ വരുമ്പോൾ അത് പിന്നീട് പഴശ്ശി കനാലിന്റെ ഭാഗമായുള്ള അതിലൂടെ വന്ന് വളവട്ടണം പുഴയിൽ എത്തിച്ചേരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുഴയാണ് ഈ പ്രദേശവാസികൾ പാലപ്പുഴ എന്ന് വിളിക്കുന്ന ഈ പ്രദേശം. നമ്മുടെ ഈ പാലത്തിന്റെ 2 വശങ്ങളിലും വർഷങ്ങളായി രൂപപ്പെട്ടു വന്നിരിക്കുന്ന മൺതിട്ടുകൾ, മൺകൂനകൾ വെള്ളം കൃത്യമായി ഒഴുകിപ്പോകുന്നതിന് പ്രയാസമുണ്ടാകുന്ന വിധത്തിലേക്ക് മാറിയിരിക്കുന്നു. ആ മൺതിട്ടകളിൽ വലിയ മരങ്ങൾ പോലും വളർന്നു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. അടിയന്തരമായി ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ മേഖലയിൽ നിന്ന് ഈ പാലപ്പുഴയുടെ ഈ പാലത്തിന്റെ 2 വശങ്ങൾ ഉയർന്നു നിൽക്കുന്ന ഈ മൺകൂനകൾ അത് നീക്കം ചെയ്ത് വെള്ളത്തിന് സുഖമായി ഒഴുകിപ്പോകാൻ ആവശ്യമായ സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ്. പാലപ്പുഴയിലെ പാലത്തിന് മുകളിൽ വെള്ളം ഉയരുന്നതിന് പ്രധാനമായി അത് നീക്കം ചെയ്യുന്നതോടുകൂടി ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി കഴിയുമെന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ്. തീർച്ചയായിട്ടും ജില്ലാതലത്തിൽ പരിസ്ഥിതി ഉപദേശക സമിതിയുണ്ട്, ബന്ധപ്പെട്ട അധികാരികളുണ്ട്. വേണമെങ്കിൽ ജോയിന്റ് ഇൻസ്പെക്ഷൻ വെച്ച് എത്രമാത്രം ഈ മണൽ ഈ മേഖലയിൽ നീക്കം ചെയ്യാൻ വേണ്ടി കഴിയുമെന്നുള്ള കൃത്യമായ പഠനം നടത്തി ആവശ്യമായ സ്വത്തര നടപടി സ്വീകരിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പാലത്തിന്റെ മേൽ വെള്ളം ഉയരുന്നത് അവസാനിപ്പിക്കാനും വെള്ളത്തിന് സുഖമായി ഒഴുകാൻ വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. അടിയന്തരമായ അധികാരികളുടെ ശ്രദ്ധ പതിയണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ന്യൂസ് ബ്യൂറോ, കാക്കങ്ങാട്.